ഹലോ ടീച്ചേഴ്സ്. അപ്പം നമ്മുടെ യുഡൈസ് പ്ലസിൻ്റെ അപ്ഡേഷൻ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യവും 2 പ്രാവശ്യം ഇപ്പം നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ യുഡൈസിൻ്റെ അപ്ഡേഷൻ. അപ്പം നമ്മുടെ പുതിയ ടീച്ചേഴ്സിന് ചില ഡൗട്ടുകൾ വന്നത് കാരണം നമ്മളൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും യുഡൈസ് സിമ്പിളായിട്ട് ചെയ്യാനുള്ള മെത്തേഡാണ് പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് നമ്മൾ ഗൂഗിളിൽ യുഡൈസ് പ്ലസ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യണം. ഓക്കെ, യുഡൈസ് പ്ലസ് ടൈപ്പ് ചെയ്ത് ഗൂഗിളിൽ എടുത്ത് കഴിയുമ്പം നമുക്ക് കുറേ ഓപ്ഷൻസ് വരും. അതിൽ ഫസ്റ്റ് ഓപ്ഷനായിട്ടുള്ള യുഡൈസ് പ്ലസ് സ്റ്റുഡൻറ്റ് മൊഡ്യൂൾ എന്നുള്ളത് സെലക്ട് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കവിടെ കുറച്ച് സ്റ്റേറ്റുകളുടെ പേരൊക്കെ വരും. അപ്പം നമുക്ക് നമ്മുടെ സ്റ്റേറ്റിൻ്റെ പേര് കേരള എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഗോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്തൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് പുതിയൊരു പേജ് വരും. അപ്പോൾ അതിനകത്ത് നമുക്ക് യൂസർ ഐ ഡിയും പാസ്വേഡുമാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡും എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അത് ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഓൾറെഡി ചെയ്തിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുക. എന്നിട്ട് അവിടെ യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്തിട്ട് വരുന്ന പേജിൽ നിന്നും നമ്മുടെ കറണ്ട് അക്കാഡമിക് ഇയർ സെലക്ട് ചെയ്യണം. അപ്പോൾ കറണ്ട് അക്കാഡമിക് ഇയർ ആയിട്ടുള്ള 2025-26 എടുക്കുമ്പോൾ അതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് അവർ ഇൻസ്ട്രക്ഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്. അറ്റൻഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഓൾറെഡി ഉള്ള സ്റ്റുഡൻസിനെ നമ്മൾ എന്താക്കുക, പ്രൊമോട്ട് ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം അവർ പ്രൊമോട്ട് ചെയ്തിപ്പം 2 മന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർ യുഡൈസിൽ പ്രൊമോട്ടഡ് ആയിട്ടില്ല. അപ്പം നമ്മൾ അവരെ പ്രൊമോട്ട് ചെയ്യാണ് ഫസ്റ്റ് നമ്മുടെ ഓപ്ഷൻ. അപ്പം ടീച്ചേഴ്സ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നിങ്ങൾ ഓൾറെഡി പുതിയ ക്ലാസ്സാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ ആ ക്ലാസ്സിലേക്ക് വന്ന കുട്ടികളുടെ പ്രീവിയസ് ക്ലാസ് സെലക്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് നമ്മുടെ ഈ യുഡൈസിൻ്റെ വിൻഡോയിൽ ലെഫ്റ്റ് സൈഡിൽ കുറേ ആക്ടിവിറ്റീസ് കിടപ്പുണ്ട്. ആ ആക്ടിവിറ്റീസിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് സ്റ്റുഡൻറ്റ് മൂവ്മെൻറ്റ് ആൻഡ് പ്രോഗ്രഷൻ എന്ന് പറയുന്നൊരു ആക്ടിവിറ്റി ഉണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും, കുറേ ആക്ടിവിറ്റീസ് കാണിക്കും. പ്രോഗ്രഷൻ ആക്ടിവിറ്റി എന്നൊരു സംഭവമുണ്ട്, അത് എടുക്കുക. ഇനി ഗോ, പ്രോഗ്രഷൻ മൊഡ്യൂൾ ഗോ എന്ന് കൊടുത്ത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലാസ്, അതായത് നമ്മുടെ കുട്ടി ഇപ്പം നമ്മൾ 5th ഇരിക്കുന്നതെങ്കിൽ അവൻ ഓൾറെഡി 4th പഠിച്ച ക്ലാസ്സാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ 5th നമ്മുടെ ഈ ക്ലാസ്സൊക്കെ എടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ക്ലാസ്സാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 4th A എന്നൊരു ക്ലാസ് സെലക്ട് ചെയ്തു. അപ്പോൾ 4th Aയിൽ കഴിഞ്ഞ വർഷം പഠിച്ച സ്റ്റുഡൻസിനെ എല്ലാം പ്രീവിയസ് ടീച്ചേഴ്സ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്നും ആ കുട്ടീനെ സെലക്ട് ചെയ്ത് നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീനെ സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ 3 ഓപ്ഷൻസ് കാണുന്നുണ്ട്. പ്രൊമോട്ടഡ് ബൈ എക്സാമിനേഷൻ, നോട്ട് പ്രൊമോട്ടഡ്, പിന്നെന്താണ് ഒരു ഓപ്ഷനും കൂടെ അതിനകത്തുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കുട്ടി എക്സാമിനേഷൻ വഴി പ്രൊമോട്ട് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഒരു പെർസെൻറ്റേജ് കൊടുക്കുക. പിന്നെ നമ്പർ ഓഫ് ഡേയ്സ് സ്കൂൾ അറ്റൻഡഡ് എന്നുള്ളിടത്ത് 195 or 96 ഒക്കെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ അറ്റൻഡൻസ് വരുന്നത്. അപ്പോൾ അതിൽ കുട്ടിക്ക് ഏകദേശം ഒരു അറ്റൻഡൻസ് കൊടുക്കുക. ദെൻ അവൻ പഠിക്കുന്ന നമ്മുടെ സ്കൂളിൽ തന്നെ ആണോ പഠിക്കുന്നത് അതോ TC പോയോ എന്നുള്ള 2 ഓപ്ഷനുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് ഞാൻ എടുത്ത കുട്ടി ഓൾറെഡി TC പോയതായതുകൊണ്ട് ഞാൻ ലെഫ്റ്റ് സ്കൂൾ വിത്ത് TC എന്ന് കൊടുത്തു. അപ്പോൾ പിന്നെ നമുക്ക് ക്ലാസ്സിൽ ഡിവിഷൻ ഒന്നും കൊടുക്കേണ്ട, അപ്ഡേറ്റ് അങ്ങ് പ്രസ് ചെയ്താൽ മതി. ഓക്കെ, അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുക, കൺഫേം അടിക്കുക, ഓക്കെ അടിക്കുക. അപ്പോൾ ആ കുട്ടി നമ്മുടെ സ്കൂളിലില്ല എന്ന് നമുക്ക് മനസ്സിലായി. ദെൻ അടുത്ത ആളുടെ പേരെടുക്കുക. അപ്പോൾ അത് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നതാണ്. പ്രൊമോട്ടഡ് ബൈ എക്സാമിനേഷൻ കൊടുത്തു, അവിടെ പെർസെൻറ്റേജ് കൊടുത്തു, അറ്റൻഡൻസ് കൊടുത്തു. സ്കൂളിംഗ് സ്റ്റാറ്റസ്, അവൻ ഓൾറെഡി നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സ്കൂളിൽ തന്നെ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ഓപ്ഷനാണ് നമ്മളവിടെ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റഡിയിങ് ഇൻ സെയിം സ്കൂൾ സെലക്ട് ചെയ്തു. അപ്പോൾ ഇപ്പുറത്തൊരു ഡിവിഷൻ ചേഞ്ച് ചെയ്യാനുണ്ട്. അവിടെ ഇപ്പോൾ അവൻ ഏത് ഡിവിഷനിലാണോ ആ മോൻ്റെ ആ ഡിവിഷൻ കൊടുക്കുക. ദെൻ അപ്ഡേറ്റ് ഞെക്കുക, ഓക്കെ പ്രസ് ചെയ്യുക. ഇങ്ങനെ എല്ലാ കുട്ടികളെയും നമ്മൾ സെർച്ച് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് എല്ലാവരുടെയും ഡൺ അടിച്ചതിന് ശേഷം നമ്മൾ ലാസ്റ്റുള്ള ഫൈനലൈസ് എന്നൊരു ബട്ടൺ കിടപ്പുണ്ട്. ആ ഫൈനലൈസ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ഇത്രയും ആകുമ്പോഴത്തേക്ക് നമ്മുടെ ക്ലാസ്സിൽ ഓൾറെഡി ഉണ്ടായിരുന്ന കുട്ടികൾ പ്രൊമോട്ടായിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് യുഡൈസിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് പുതിയ സ്റ്റുഡൻസിനെ ആഡ് ചെയ്യാനുള്ളതാണ്. അത് നമ്മളൊരു വേറെ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. അപ്പോൾ യുഡൈസ് എല്ലാവർക്കും എളുപ്പം ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. കമൻറ്റുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് ഒന്നുകൂടി ചോദിക്കുക, പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.